ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ആഗോളവൽക്കരണമാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. PC മഹലാനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഓപ്ഷൻ ബി, PC മഹലാനോബിസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അതായത് ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ന്യൂഡൽഹിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ന്യൂ ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ് മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പെട്രോളിയം ആണ് മിനറൽ ഓയിൽ, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സെബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ സ്റ്റാർസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, സ്കൂൾ വിദ്യാഭ്യാസം. ഓപ്ഷൻ സി, സ്കൂൾ വിദ്യാഭ്യാസമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും അതുപോലെ തന്നെ നമ്മളുടെ മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ലൈഫ് മിഷൻ പദ്ധതിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി, ലൈഫ് മിഷൻ പദ്ധതി. എല്ലാവർക്കും ഭവനം എന്നുള്ള സ്വപ്നം അല്ലേ? അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ്, ലൈഫ് മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ, വടക്ക് പടിഞ്ഞാറൻ അല്ലേ, അപ്പോൾ നോർത്ത് ആ ഏരിയയിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന നികുതി വ്യവസ്ഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മഹൽവാരി വ്യവസ്ഥയാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ബ്രിട്ടീഷിൻ്റെ ഭരണത്തിൽ, അതായത് ആ സമയത്ത് കൂടുതൽ വില ലഭിച്ചിട്ടുണ്ടായിരുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? അത് എവിടെയൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് UP-യിലും, തേയിലയാണെങ്കിൽ നമ്മളുടെ അസാമിലും, ചണമാണെങ്കിൽ ബംഗാളിൽ, ഗോതമ്പാണെങ്കിൽ പഞ്ചാബിൽ. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? അപ്പോൾ നമ്മൾ പഠിക്കാറുണ്ടല്ലേ, പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രാഥമിക മേഖലയാണ് അല്ലേ. പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? അപ്പോൾ 2011-12 സർവേ പ്രകാരം ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. ഓക്കെ, അടുത്തത്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ബി ആണ്, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2 പറയുന്നത് എന്താണ്? സി ആണ്, വ്യവസായിക വികസനം. അതുപോലെ 3-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4-ാമത്തെ എന്ന് പറയുന്നത് എന്താണ്? സ്വാശ്രയത്വം. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. മാനവ വികസന സൂചികയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. അതായത് UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം, ആയുർദൈർഘ്യം, അഴിമതിരഹിത ഭരണം. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. 3 പറയുന്നത് ആയുർദൈർഘ്യം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അപ്പോൾ താഴെ തന്നിരിക്കുന്നത് നബാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ശരിയാണ് അല്ലേ. ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ് ശരിയാണ്. ശിവരാമൻ കമ്മിറ്റിയാണ് രൂപീകരിക്കാനായിട്ട് കാരണമായത് ശരിയാണ്. 1982 സ്ഥാപിച്ചത് അത് ശരിയാണോ? ശരിയാണല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതായത് 1, 2, 3, 4 എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്, കോഴിക്കോട് അല്ലേ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് പറയുന്നത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ കോഴിയൊക്കെ വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പൈസസ് ഒക്കെ ഇടണമല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ്, കോഴിക്കോടാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം എത്രയാണ്? പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് ഏതാണ് കാലഘട്ടം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, 1966 to 69. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1966 to 69. അടുത്ത ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നരസിംഹ റാവു ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്തത്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഓപ്ഷൻ ബി ആണ്, മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്കൊക്കെ നന്നായി നോക്കുക കേട്ടോ. അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവാറുണ്ട്. എല്ലാത്തിലും അല്ല, ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. സോ ഇത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഇതും പ്ലസ് നീതി ആയോഗൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? അപ്പോൾ തുമ്പയുടെ ശില്പി ആരാണ്? ശില്പി എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വിക്രം സാരാഭായി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? അതായത് ബൊക്കാറോ എന്ന് പറയുന്നത് ആരുടെ സഹായത്തോടെയാണ്? ഓപ്ഷൻ സി ആണല്ലേ, റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് കുറേ പഞ്ചവത്സര പദ്ധതികളുണ്ട്. അപ്പോൾ അതിൽ 12ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സുസ്ഥിര വികസനമാണ് ആൻസർ എന്ന് പറയുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സുസ്ഥിര വികസനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലാനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അപ്പോൾ അതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് 1, 3, 4 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്, 1, 3, 4. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? അപ്പോൾ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മുകളിൽ പറഞ്ഞവയല്ല. അപ്പോൾ നമുക്ക് സഞ്ജയയിലൂടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരെന്നാണ് അല്ലേ. അതായത് നമ്മുടെ AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ റോഡിൽ എല്ലാം, നമ്മുടെ അപകടങ്ങൾ കുറയ്ക്കാൻ അതുപോലെ തന്നെ നിയമലംഘനം തടയാനും വേണ്ടിയിട്ട് AI ക്യാമറകൾ എല്ലാവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ഒരു മിഷൻ അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ ബി, സേഫ് കേരള. ഓക്കെ, സേഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? അപ്പോൾ ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് അണ്ണാദുരൈയാണ്. അപ്പോൾ 3 ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ആരാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഡോക്ടർ പി വീരമുത്തുവേലാണ്. ഓപ്ഷൻ എ, ഡോക്ടർ പി വീരമുത്തുവേൽ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? അപ്പോൾ നമ്മുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ, ഇതൊക്കെ SCERT ഫാക്റ്റ് ആണ് അല്ലേ. ഇത് ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആസൂത്രണ കമ്മീഷൻ എന്ന ആ ഒരു ആശയം നമ്മൾ കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്, നമുക്കതുകൊണ്ടൊന്ന് നോക്കാം. ഓക്കെ, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? അപ്പോൾ നമ്മൾ കാലുകൾ ഒരു പിക്ചറൊക്കെ ഭയങ്കര വൈറലായിരുന്നു അല്ലേ, കണ്ടോ നിങ്ങൾ? അതായത് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലിമോൾ മാരിയറ്റ് തോമസ് എന്ന് പറയുന്നത്. ജിലിമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനം ഓടിച്ച് ലൈസൻസ് കരസ്ഥമാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GSTയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? അപ്പോൾ ആദ്യത്തെ നോക്കാം. ഇതൊരു ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഡിഗ്രി പ്രിലിംസിൽ എക്കണോമിക്സിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉം തെറ്റാണ്. ഓക്കെ, അതായത് 1ഉം 3ഉം തെറ്റാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ RBI പോളിസിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ RBI എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് നമ്മുടെ ഈ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2. അതായത് RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് RBI ഗവർണറാണ്, ഇതിൻ്റെ എക്സ് ഒഫീഷ്യോയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഷൻ, അതായത് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഷൻ എന്നാൽ എന്താണ്? അതായത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിനും ഉണ്ടാകുന്ന മാറ്റം, അതായത് വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അതായത് സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം പ്രകാരം, അതായത് നമ്മുടെ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ 1, 2 and 3 ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് നാഷണൽ ഇൻകം, അതായത് GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. ഓക്കെ, അടുത്തത് ബി എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറൻറ്റ് ട്രാൻസ്ഫറബിൾ റിസീവബിൾ മൈനസ് കറൻറ്റ് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം എന്നതിനെ ഗ്രോസ്
ഗ്രോസ് സേവിങ്സ് ആയും അതുപോലെ തന്നെ ഫൈനൽ കോൺസെപ്ഷൻ ആയിട്ടും തരംതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 5.8%. അപ്പോൾ നമ്മുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് ഓപ്ഷൻ സി 5.8% എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 3ഉം മാർജിനൽ സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി റേറ്റ്, അതുപോലെ തന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സങ്കോചപരമായിട്ടുള്ള ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും, അല്ലേ? അപ്പോൾ കുറഞ്ഞ സർക്കാരിൻ്റെ അവരുടെ ചെലവുകളും ഉയർന്ന നികുതികളും, ടാക്സ് ഒരുപാട് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്, അതായത് ഫാക്ടർ ചെലവിൽ GDP എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ, അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് അതായത് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്, അല്ലേ? അപ്പോൾ സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? അപ്പോൾ നമ്മുടെ എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറയുന്നതിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി, അതായത് നമ്മുടെ ERD എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എന്തിന് തുല്യമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതായത് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. അപ്പോൾ ഫലപ്രദമായ റവന്യൂ കമ്മി അഥവാ ERD എന്നത് എന്തിന് തുല്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്? അതായത് 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വി അനന്ത നാഗേശ്വരനാണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതു കരാർ അഥവാ പൊതു ഉടമ്പടി തിരിച്ചറിയുക. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സിറ്റിസൺ ചാർട്ടർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സിറ്റിസൺ ചാർട്ടർ. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ സർവീസ് ഡെലിവറി മേഖലയിൽ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള കരാറുകൾ പൊതു ഉടമ്പടി തിരിച്ചറിയുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സിറ്റിസൺ ചാർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, NSSOൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറ്റാണിത്, ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും ഡിലീറ്റഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസും ഡിലീറ്റ് ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ, ഇപ്പോൾ കാണിച്ച 2 എണ്ണം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012-17 പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കാം. GST അല്ലേ? അപ്പോൾ GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? GSTക്ക് കീഴിലുള്ള ഇറക്കുമതികൾക്ക് സാധാരണയായിട്ട് ചുമത്തുന്നത് ഏതാണ് ചുമത്തുന്നത്? IGST ആണ് അല്ലേ? IGST ആണ് സാധാരണയായിട്ട് ചുമത്തുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, IGST ആണ്. സോ GST കണ്ടല്ലോ അല്ലേ? അപ്പോൾ GST അതുപോലെ തന്നെ നീതി ആയോഗ്, റിസർവ് ബാങ്ക്, നബാർഡ്, ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹരിത വിപ്ലവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓപ്ഷൻ ഡി, നീതി ആയോഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്, MS സ്വാമിനാഥൻ. ഓക്കെ, അടുത്തത് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം എന്താണ്? അതായത് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് ഓപ്ഷൻ ഡി, നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ്. സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി, പണപ്പെരുപ്പമാണ് ആൻസർ എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ എന്താണ്? പ്രധാന അളവുകോൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP. ഓക്കെ, GDP ആണ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അപ്പോൾ 2024-25 ഇത് അവതരിപ്പിച്ചത് ആരാണ്? ഒരു കറണ്ട് അഫെയറും കൂടെ ആണ് അല്ലേ? അപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിർമ്മല സീതാരാമനാണ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് കേട്ടോ, ശരിയായതല്ല. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിച്ചു. ശരിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി, അതായത് തിങ്ക് ടാങ്ക് ആയിട്ടാണ് നീതി ആയോഗ്. അപ്പോൾ ശരിയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയെന്ന് പറയുന്നത്. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആൻസർ ആണ് അല്ലേ? കൃഷിയിൽ പുരോഗതി ഉണ്ടായെന്ന് പറയുന്നത് തെറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. യോജിക്കാത്തത് ഏതാണ്? യോജിക്കാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് ആണ് തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നരേന്ദ്ര മോദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടു. ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? നിലവിൽ വന്നത് 1950-ലാണ്. അതായത് ഓപ്ഷൻ എ 1950-ലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? അപ്പോൾ ഏതാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അതൊരു കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ
ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ ആണ് കാർഷിക മേഖല. ഓക്കെ, ഓപ്ഷൻ എക്കാണ് കാർഷിക മേഖലയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശക്തികാന്ത ദാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനവ വികസന സൂചിക പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? അപ്പം മാനവ വികസന സൂചികയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്, ഓപ്ഷൻ എ. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? അല്ലേ, കേരളമാണിപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ലിറ്ററസി റേറ്റ് ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ശതമാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, 94% കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ കടം കൊണ്ട രാജ്യം ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ ആണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈകൊണ്ട രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതൊക്കെ സബ്ജക്റ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് ഏതെങ്കിലും വേണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.